കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാജിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കമൻസും ബാഡ് കമൻസും എല്ലാം വന്നിട്ടുണ്ട്. ഒരു വീഡിയോ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല കമൻസും വരും, ബാഡ് കമൻസും അങ്ങനെ എല്ലാം വരാം. നമ്മളതിനെല്ലാം നേരിടണം എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഓരോരുത്തരുടെ കമൻസ് കണ്ടപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റാതെ ഞാൻ പറയണില്ല വിചാരിച്ചാൽ പിന്നെ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ കമൻറ്റുകൾ. നമ്മളെന്തോ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോയിൽ എന്താ പറഞ്ഞതെന്നുള്ളത് വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ 9 മിനിറ്റിൻ്റെ അടുത്തുള്ള ഒരു വീഡിയോ ആണ്. അത് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നതെന്ന്. അത് കാണാതെ കുറേ പേരിങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയേ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ വീഡിയോയിൽ ഷാജിനെ ഒരു തകർക്കുന്ന രീതിയിൽ, ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിൻ്റെ കാര്യം. അപ്പോൾ എന്നെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നം വന്നിടുമ്പോഴാണ് എല്ലാവരും കാണുന്നുള്ളൂ. നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊന്നും കയറുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് മുഴുവൻ കാണാതെ ആൾക്കാർ ഓരോ കമൻ്റ് ഇടുക. ഞാനും അവരെ എന്തോ മൊത്തത്തിൽ തകർക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു വീഡിയോ ഇട്ട പോലെയാണ് അവർ പറയുന്നത്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, 5 മക്കളെ നോക്കുന്ന ഉമ്മയാണ്, ഒരു സ്ത്രീയാണ്, അവരെ വെറുതെ വിട്ടൂടെ, അവരെ ഇറച്ചി വിറ്റ് ജീവിക്കുന്നു, അവരെ വിറ്റ് ജീവിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ കാശുണ്ടാക്കുകയല്ലേ, നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയല്ലോ അവളെ വിറ്റിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരെ എന്താ പറയുക, ഒരു തരത്തിലും മോശമാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ആക്കി. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് തുറന്നു പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ ഉള്ള ആ ഒരു മനസ്സലിവും 5 മക്കളുടെ ഉമ്മയല്ലേ എന്നുള്ളൊരു മനസ്സലിവ് കൊണ്ടാണ് ഞാനത് എന്താണെന്നുള്ളത് പുറത്ത് വിടാത്തത്. അപ്പോൾ അതിനുള്ള തെളിവ് എനിക്ക് നിങ്ങളെ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നേരിട്ട് ഞാൻ ആ വോയിസ് കേട്ടതിൻ്റെ പിന്നിലാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത്. അതെനിക്ക് പുറത്ത് കൊണ്ടുവരായിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യമില്ല അത് പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത് കേട്ടോ. അപ്പോൾ അതിനെ ചൊല്ലിയിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ഇട്ടായിരുന്നു, നീയല്ലേ ഇതിന് മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓന്തിൻ്റെ നിറമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവരോടാണ് ഞാനീ പറഞ്ഞത്. അതിൻ്റെ കാരണങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ അതെന്താന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് പുറത്ത് കൊണ്ടുവരാൻ മാത്രം അത്ര സംസ്കാരമില്ലാത്തവളല്ല ഞാൻ. എനിക്കും നിങ്ങളെ പോലുള്ള എന്താ പറയുക, ഞാൻ സാധാരണ ഒരു ആൾ തന്നെയാണ്. മനസ്സലിവും സ്നേഹമൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾ അധികവും ഇതേപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവരെ വിറ്റ് ജീവിക്കുകയാണല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അവരായിട്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഇതിലേക്ക് ഇട്ടുകൊണ്ടാണ് എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഞാനിതൊരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്തതല്ല. ഞാൻ നമ്മൾ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത് ഈ നമ്മൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക്, നമ്മളെപ്പോലുള്ള ചെറിയ സബ്സ്ക്രൈബറും വ്യൂസൊക്കെ ഉള്ള ചാനലുള്ളവർക്ക് മനസ്സിലാവട്ടെ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അവർ കുറേ പേര് എനിക്ക് സപ്പോർട്ടായിട്ട് കമൻറ്റ് പറഞ്ഞത് ശരിയാണ്, നമ്മുടെ വീഡിയോ ഒന്നും കയറുന്നില്ല എന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ട് പിന്നെ ഞാനതിൽ എല്ലാവരും ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി, ഇപ്പോൾ ആണെങ്കിൽ റീച്ച് ആവും, നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് എല്ലാവരോടും തുടങ്ങുമെന്ന് പറയുകയല്ല. അപ്പോൾ കുറേ പേര് നീ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ തുടങ്ങാൻ, അങ്ങനെ എന്താണ് യൂട്യൂബ് ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിയെന്നാണ് എൻ്റെ വിചാരം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാനതൊരു തമാശ രീതിയിൽ പറഞ്ഞതാണെന്ന് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എല്ലാവരോടും പറയുകയാണ്. ഞാനതല്ല ഉദ്ദേശിച്ചത്, ഞാനൊരു തമാശ രീതിയിൽ അവതരിപ്പിച്ചാണ്. അതേപോലെ എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കാത്തതിൻ്റെ അസൂയാണ്. എനിക്ക് അസൂയപ്പെടാൻ മാത്രം അങ്ങനെ ഒരു അസൂയപ്പെടാൻ മാത്രമുള്ള ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കാണുന്നത് അവരുടെ ഒരു അത്രമാത്രം എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കഴിവോ, ചിലവർക്ക് ഭയങ്കര കഴിവ് കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ വീഡിയോ ഒക്കെ കാണാം. അങ്ങനെ ഒരു കഴിവ് പറഞ്ഞാൽ നമ്മളെന്താ 5 മക്കളുടെ ഉമ്മയാണ്, അവരത്രയും കഷ്ടപ്പെട്ടിട്ട് നോക്കുന്നതെന്നായിട്ടാണ്
ഞാനടക്കമുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവരെ സബ്സ്ക്രൈബ് ചെയ്യണതും അവരെ വീഡിയോസൊക്കെ കാണുന്നത് അതേപോലെ തന്നെ ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതിന് മാത്രം എനിക്ക് അസൂയപ്പെടാൻ മാത്രമായിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ എന്തിനാ ഇൻ്റർവ്യൂ വിളിക്കുന്നത്? അതും ഇങ്ങനെ ഒരു കാര്യത്തിനൊക്കെ ഇൻ്റർവ്യൂ വിളിച്ചിട്ട് അസൂയപ്പെടാൻ മാത്രം എന്താ ഉള്ളത്? കമൻറ്റ് ഇടുന്നവർക്കൊന്ന് ചിന്തിച്ചാൽ മതി. ചിലവരും അതേപോലെ അത് അവരുടെ അപ്പോൾ നമ്മളെന്തെങ്കിലും വീഡിയോ ഇട്ടുണ്ട് അപ്പം തന്നെ ഒരു കമൻറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു വരുന്ന സംഭവമാണ്. അതാണ് നമ്മൾ കമൻറ്റിലൂടെ ഇടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സംസ്കാരം ഓരോരുത്തരുടെ സ്വഭാവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ചിലവർ പറയുക നിനക്ക് നാണമില്ലല്ലോടി, നീ ഒന്ന് എണീറ്റ് പോടി ആനയൊക്കെ. നമ്മളിപ്പോൾ ഒരാളോട് എടി പോടി എന്നൊക്കെ പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്ത് വേണമെങ്കിലും ഈ യൂട്യൂബിൽ നമുക്ക് എന്ത് കമൻസ് വേണമെങ്കിലും വരാം, ഇതിനേക്കാളും ബാഡായിട്ടുള്ള കമൻസും വരാം. പക്ഷെ ഞാൻ ഓരോരുത്തരുടെ സംസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. എണീറ്റ് പോടി, ഞാൻ അതിന് മാത്രം എന്ത് വൃത്തികേടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് മാത്രം ഞാൻ ഒരു സംഭവവും പറഞ്ഞിട്ടില്ല എൻ്റെ ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ. നമ്മളെ എന്താ പറയുക, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് അങ്ങനെ നല്ലതും ചീത്തതും എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ എന്താ, വേറെ കുറേ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേര് പറഞ്ഞത് നന്നായി, ഇങ്ങനെ തന്നെ പ്രതികരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരുടെ അതിൻ്റെ ഇടയിൽ വേറൊരു കമൻറ്റ്, അതിനെന്താ അവൾ 26 വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചോട്ടെ, ഇനി നിനക്കെന്താ എന്താണ് നിങ്ങളെന്തിനാ അതൊക്കെ നോക്കുന്നത്, അങ്ങനെ ഒരു കമൻറ്റ് കേട്ടോ. ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും, കുറേ കമൻറ്റുകളുണ്ട്. ഞാൻ ആ വീഡിയോയിൽ അവരുടെ കല്യാണം കഴിഞ്ഞതിനെക്കുറിച്ചോ അവർ 26 വയസ്സുള്ള ചെക്കനെ കല്യാണം കഴിച്ച് എന്താ അവളെ അങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അവരെക്കുറിച്ച് കല്യാണത്തിൻ്റെ കാര്യമോ അവർ പറഞ്ഞ ഈ കുടുംബത്തിലത്തെ ഒരു കാര്യം ഞാൻ അതിലെടുത്തിട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഓരോരുത്തരും ഇങ്ങനെ കമൻറ്റ് കൊണ്ട് വരുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, വീഡിയോ മുഴുവൻ കാണാണ്ട് ഓരോരുത്തരും ഇടുന്ന കമൻറ്റാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കുറേയൊന്നും വായിച്ചാൽ നമുക്ക് ചിരി വരും. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണല്ലോ, ചിലതൊക്കെ വായിച്ചാൽ എന്താ ഇതുകൾ ഇങ്ങനെ പറയണെന്നൊക്കെ തോന്നിട്ടോ. ഞാൻ കുറേ കമൻറ്റുകളിലൊക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിചാരിച്ച് എന്തിനാ ഇപ്പോൾ റീപ്ലൈ കൊടുക്കുന്നത്, അവരിടുന്നത് പറ്റിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ചില കമൻറ്റുകൾ നമുക്ക് ഭ്രാന്ത് വരും, അതുകൊണ്ടാണ്. നമ്മൾ മനുഷ്യന്മാരല്ലേ, ഇപ്പോൾ എത്ര വന്നാലും നമ്മളിപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് ഇവർ പറയുകയാണെങ്കിൽ ശരി. ഇപ്പം ഞാൻ അവരുടെ ജീവിതത്തിനെ പറ്റിയിട്ട് അവളങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അടിയിൽ വന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ ശരി. ഇതിപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഒന്നും എടുത്തിട്ടില്ല. അവർ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളോ ഒന്നും ഞാനിട്ടില്ല. മൊത്തത്തിൽ എല്ലാം കൂടിയായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവർ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറയാണ്ടടക്കം ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അങ്ങോട്ട് ഭ്രാന്ത് വരുമല്ലോ. നമ്മളിപ്പോൾ ദേഷ്യവും സങ്കടവും എന്താ പറയുക സന്തോഷവും എല്ലാം ഉള്ള മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കമൻറ്റുകളിലും ഞാൻ അതേപോലെ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് തട്ടടാത്തതിന് അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മുടി എന്നെ കണ്ടായിരുന്നു, മുടി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടോ. അപ്പോൾ നമ്മുടെ മതത്തിൽ അങ്ങനെ കാണിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. കുറേ പേര് അങ്ങനെ മെസ്സേജ് റീപ്ലൈ എന്താണ് പറയുക കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് നിനക്കൊന്നും മരിക്കണ്ടേ, ഇങ്ങനെ വീഡിയോ ഇട്ടാൽ മതിയോ എന്ന് പറയുന്നുണ്ട്. വീഡിയോ ഇട്ടിട്ട് നിനക്കൊന്നും മരിക്കണ്ടേ നാളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് മാത്രമല്ലല്ലോ, അവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും ഇതുള്ള ആൾക്കാർ കാണുന്നതും തെറ്റല്ലേ, ആണോ അല്ലേ? അപ്പോൾ കുറേ പേര് അതിൻ്റെ താഴെ അവർക്കായിട്ടുള്ള റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാണാൻ കുഴപ്പമില്ല, പക്ഷെ വീഡിയോ അങ്ങനെ ഇടാൻ പാടില്ല, അതാണ് ഓരോരുത്തർ പ്രശ്നം കേട്ടോ. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മളൊരാളെ ഉപദേശിക്കുമ്പോൾ നമ്മളും ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കണം. എനിക്ക് ഇപ്പോൾ അവർ പറഞ്ഞു തന്നതിനൊന്നും കുഴപ്പമില്ല, അവർക്ക് അതിപ്പോൾ ഒരാൾ നമ്മളെ നല്ലത് ഉപദേശിച്ച് തരിക അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ മാന്യമായിട്ടുള്ള രീതിയിൽ ഉപദേശിക്കണം. ചിലവരൊക്കെ എന്ത് കോലമാടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ മാതാപിതാക്കൾ വരെ പറയുന്നവരുണ്ട്. അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നതും തെറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ
ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ടല്ലാണ് കമൻറ്റ് ഇടുന്നത്. വെറുതെ ഇങ്ങനെ എടുത്തിട്ട് കമൻറ്റ് ഇടുകയല്ലോ. നമ്മൾ യൂട്യൂബ് തുറന്ന് നമ്മുടെ ആ വീഡിയോ അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ അതിൻ്റെ അതേ സെയിം ആയിട്ടുള്ള വീഡിയോ പിന്നെയും നമ്മുടെ ഇതിൽ വന്നുകൊണ്ടേയിരിക്കും, ഹോം പേജിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ എൻ്റെ വീഡിയോ അവർക്ക് റെക്കമെൻഡായിട്ട് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ കാണുന്നതും തെറ്റാണല്ലോ. ഞാൻ അവരെ പരിഹസിക്കുകയൊന്നുമല്ല, അവർ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയും കുറേ പേരുണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഈ വീഡിയോന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ ഇതാക്കിയിട്ട് അഭിനയിച്ച് കാണിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താണോ അതേപോലെയാണ് ഞാൻ ഇതേപോലെ മുന്നിൽ വന്നിരിക്കുന്നതും സംസാരിക്കുന്നതും. സംസാരം എന്ന് പറയുന്നത്, ഈ സംസാരത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. വീട്ടിൽ അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേ പേരിങ്ങനെ, നീ അവളെ വിറ്റ് ജീവിക്കാൻ, ഇറച്ചി വിറ്റ് ജീവിക്കാൻ എനിക്ക് എത്രയും പൈസ കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് നീയും കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ, നീയും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഈ വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ സാധാരണ വീഡിയോ ഒന്നും കയറുന്നില്ല. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോഴാണ് കയറുന്നുള്ളൂ. അപ്പോൾ ഞാനും അതന്നെ ചെയ്യുകയാണ്, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാന്ന് ഞാൻ ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാണ്ടാണ് കുറേ പേര് അങ്ങനെ കമൻറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീഡിയോ മാത്രമല്ല, എന്ത് വീഡിയോനും കമൻറ്റ് ഇടുമ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട്, ഒന്ന് അടിച്ചു വിട്ടിട്ടെങ്കിലും കണ്ടിട്ട് കമൻറ്റ് ഇടുക. പിന്നെ ഇപ്പോൾ ഈ എല്ലാവരും ഇടുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയാനുണ്ടാവും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ അതിന് റിയാക്ഷനായിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നു. അല്ലാത്തവരിപ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് നമ്മുടെ അഭിപ്രായം പറയാനും അതേപോലെ നമുക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടും. എല്ലാവരും വീഡിയോ ചെയ്യുന്നത് മണിക്കൂർ കയറാനും, മോണിറ്റൈസേഷൻ ആവാത്തവർ മണിക്കൂർ കയറാനും, മോണിറ്റൈസേഷൻ ആയവർ ഡോളർ കയറാനും തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ഈ നാട്ടിലുള്ളവരെ എല്ലാവരെയും നേരാക്കാൻ വേണ്ടിയിട്ടൊന്നും എല്ലാവരും ചെയ്യുന്നത്. ഞാനത് കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. യൂട്യൂബ് തന്നെ നമുക്ക് ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ അയക്കും, നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇടൂ, നിങ്ങളെ വീഡിയോ ഒന്നും കൂടിയും റീച്ച് ആവാൻ വേണ്ടിയിട്ട് റീസെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. അത് യൂട്യൂബിലുള്ളവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ അതേപോലെ ഇടാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇടാറില്ല, ഇതിങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഇട്ടു മാത്രം. കുറേ പേര് അങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.